അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഒരു മാർക്കറ്റിൽ പോയതാട്ടോ. അപ്പോൾ അമ്മൂനൊരു പാവ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നോക്കും വലിയൊരു മാർക്കറ്റ്. അന്നത്തെ ദിവസം ഇവിടുത്തെ ചന്ത ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ പാവ തപ്പി പോവാട്ടോ. കുറേ നോക്കി, നല്ല വിലക്കുറവുണ്ട്. നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയതിനേക്കാളും നല്ല വിലക്കുറവായിട്ട് എനിക്ക് തോന്നിയത് ഡൽഹിയിൽ കേട്ടോ. അപ്പം പാവ തപ്പി നമ്മൾ പോയതാണ്. അപ്പം ഡ്രസ്സുകളും ഷോളുകളും കമ്മൽ മാല അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വിലയൊക്കെ ചോദിച്ച്, വിലയൊക്കെ നല്ല കുറവാണ്, നല്ല ഐറ്റമാണ്. എല്ലാവരും തന്നെ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. ചെരുപ്പുകളായാലും എല്ലാം. നമ്മൾ പിന്നെ എല്ലാം നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പാവയാണ് നമ്മൾ നോക്കിപ്പോയത്. അപ്പോൾ പിന്നെ ചേട്ടായി വീഡിയോ എടുക്കുമ്പോൾ ഞാനും ആൽഫയും കൂടെ നല്ല തിക്കും തിരക്കാട്ടോ. ഇവിടെ രാത്രി 8 മണിക്കാണ് ചന്ത തുടങ്ങുന്നത്, 11 മണി വരെ എങ്ങാനും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടപ്പം കുറേ സ്ഥലത്ത് നമ്മൾ പഞ്ചാബിലൊക്കെ തപ്പി പാവ ഉണ്ടോയെന്ന് കേട്ടോ. പക്ഷേ എവിടെയും കണ്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. വണ്ടി പാർക്ക് ചെയ്യാവുന്ന സ്ഥലമില്ലായിരുന്നു. വരുന്ന വഴിയിൽ റോഡിൽ സൈഡിലാക്കിയിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു മാല എടുത്ത് നോക്കി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, 100 രൂപയുള്ള. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നോക്കി വെച്ചിട്ട് പിന്നെ തിരിച്ച് വരുമ്പം ചേട്ടാ പറഞ്ഞു മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചു കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണുന്നില്ല, എങ്ങോട്ട് പോയിന്ന്. ഇപ്പോൾ ഈ മാല കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നല്ല അടിപൊളി ഒരു മാലയായിരുന്നു അത്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, 100 രൂപയേ ഉള്ളൂ. ഇപ്പോൾ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പം വലിയ അധികമൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഒന്നാമത് പേടിയാണ്, ഫോണൊക്കെ പറിച്ചുകൊണ്ട് ഓടുന്ന സ്ഥലം കൂടെയാണ്. അപ്പം സൂക്ഷിച്ചിട്ടിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നമ്മളെന്താ പറയുക, ഇങ്ങനെ പേടിച്ചാണ് വീഡിയോ എടുത്തത് തന്നെ. ചേട്ടായിയാണ് പിടിച്ചത്, 2 കയ്യിലും മുറുക്കെ പിടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അതിൽ കൂടെ നടക്കാനൊക്കെ. പിന്നെ വേറൊരു സൈഡിലായിരുന്നു പച്ചക്കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ഇവിടെ കപ്പും മറ്റേ ഈ എന്താ പറയുക, എന്താ പറയുക മറന്നുപോയി, എന്തോ നമ്മൾ പറയത്തില്ലേ കുപ്പിപ്പാത്രത്തിനൊക്കെ, സെറാമിക്, അതിൻ്റെ സാധനങ്ങളും. ഒരു വാച്ച് ആൽഫ വെറുതെ വില ചോദിച്ചിട്ട് 2500 രൂപ. അപ്പോൾ അവളെന്നോട് പറഞ്ഞത് ആ കമ്പനി വാച്ച് തന്നെയാണ് അമ്മേന്ന്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഒരു ഗ്രീൻ കളറ്. അതാണ് എടുത്ത് നോക്കിയത്. ബാഗാണെങ്കിൽ 150 രൂപ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ജയനാറൊക്കെ ഉള്ള പോലെ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയേ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ജയനാറ് പോയാലും നമുക്കെല്ലാം കിട്ടുമല്ലോ. അപ്പം നല്ല വൃത്തിയുണ്ട് കേട്ടോ മാർക്കറ്റ്. റോഡിൻ്റെ സൈഡാണ് മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അവർ ഓരോ ദിവസം ഓരോ സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ കുറേ ബാഗുകളൊക്കെ നോക്കി, ചുമ്മാ അതിലെ വണ്ടി നിർത്തി ഒന്ന് പാവ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുറേ സ്ഥലത്ത് ഞങ്ങൾ പാവ നോക്കി കേട്ടോ. പാവയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അവൾ ഉദ്ദേശിച്ച പോലത്തെ പാവ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നോക്കി വന്നതാണ്. നെയിൽ പോളിഷും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം ഇല്ലാത്തതായിട്ടൊന്നുമില്ല. സാരി, ചുരിദാർ മെറ്റീരിയൽ, ചുരിദാറുകൾ, കുർത്തി, എന്നാ വേണ്ട അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെയാണല്ലോ, കണ്ണിന് കുളിർമയേകാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോഴാണല്ലോ. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ സംഭവത്തോടൊക്കെ നടക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ഒന്ന് തൊട്ട് നോക്കിയാലും മതി, ഒരു മനസ്സമാധാനം, മേടിച്ചില്ലേലും. അപ്പം ആൾക്കാരിങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. നല്ല 100 രൂപയേ ഉള്ളൂ. 100 രൂപയ്ക്ക് എത്ര ക്വാളിറ്റിയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും. നമുക്ക് ജയനഗർ 100 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ. ശിവാജി നഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയാൽ കിട്ടും, ശിവാജി നഗറിലൊക്കെ പോയാൽ. എനിക്കങ്ങനെ തോന്നിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം. ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മൾ പാവയാണ് ഉദ്ദേശിച്ചത്. പാവക്കടയിലോട്ടാണ് തപ്പി പോകുന്നത്. ഇതങ്ങ് കിലോമീറ്ററുകളുണ്ട് കേട്ടോ, നീണ്ട് കിടക്കുവാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മുടെ വണ്ടി എവിടെയോ ഉള്ളത് പാർക്ക് ചെയ്തിട്ട്. പിന്നെ നല്ല സാധനങ്ങളും ഉണ്ട്, അതിന് ഇച്ചിരി വില ഉണ്ടെന്നുള്ളൂ കേട്ടോ.